എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല് 5 ഇയേഴ്സ് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം എവിടെയായിരിക്കും? നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റോ? ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ജോലി, ഇപ്പൊ നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഇല്ല അല്ലെ? ചില ആൾക്കാര് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോ ജോലിക്ക് പോകുന്ന ജെൻസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഇപ്പത്തെ മാസ വരുമാനം ഒന്ന് കൂട്ടി ഗുണിച്ചൊക്കെ നോക്ക് 5 വർഷം കൊണ്ട്. 5 ഇയേഴ്സ് ഇൻറ്റു അല്ലെ 12 മാസമാണ് ഒരു വർഷം. ഒന്ന് ഗുണിച്ച് നോക്ക്. 5 വർഷം കൊണ്ട് നിങ്ങളുടെ ഇൻകം എവിടെയായിരിക്കും? എത്ര നിങ്ങൾ ടോട്ടൽ ഏൺ ചെയ്തിട്ടുണ്ടാവും? ഈ ടോട്ടൽ ഏൺ ചെയ്തതിൽ നിങ്ങൾക്കൊരു ടൈം ഫ്രീഡം ഉണ്ടാവുമോ? നിങ്ങൾക്കൊരു ടൈം ഫ്രീഡം ഉണ്ടാവുമോ? അതായത് നിങ്ങളുടെ ഫാമിലിന്റെ കൂടെ നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഞാന് ഇപ്പൊ ഒരു 4 PM മുതൽ 5 PM വരെ ക്വാളിറ്റി ടൈം ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവോ ഈ 5 ഇയേഴ്സിനുള്ളിൽ? കാരണം രാവിലെ പോവാ, വൈകുന്നേരം രാത്രി വരിക, ഉറങ്ങുക, പിന്നെ രാവിലെ പോവാ. അതിന്റെ ഉള്ള സൺഡേസ് വരുന്നുണ്ടെങ്കിൽ പോലും ഒരു കുറച്ചൊന്ന് ഒരു ടയർഡ്നെസ് മാറ്റാൻ പോലും ആ ഒരു ഡേ നമുക്ക് തികയില്ല. ഇനി ഒരു മാരേജ് വന്നോട്ടെ, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻസ് വന്നോട്ടെ, ഇനി എന്തെങ്കിലും ഒരു ട്രിപ്പ് വന്നോട്ടെ, അതായത് സാലറിയിലുള്ള ഒരു ലീവ് കിട്ടാനും വളരെ പ്രയാസമായിരിക്കും. അപ്പൊ ഫാമിലി ആയിട്ട് ഒരു ക്വാളിറ്റി ടൈം, നിങ്ങളുടെ ഒരു ടൈം ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുമോ? എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് ഹാർഡ് വർക്ക് എടുക്കുക, ഹാർഡ് വർക്ക് എടുക്കുക. ഹാർഡ് വർക്ക് എല്ലാരും എടുക്കാം. ഒരു എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 70% ആൾക്കാർ ഹാർഡ് വർക്ക് എടുക്കാൻ റെഡിയാണ്. പക്ഷെ ഈ ഹാർഡ് വർക്ക് എടുക്കുന്ന എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നുണ്ടോ? വളരെ കുറവാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ആൾക്കാർ. കാരണം ഇൻകം അവിടെ എന്താണ് പറ്റില്ല. അത്രയും അവര് വിചാരിക്കുന്ന രീതിയിൽ ഇൻകം ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഒരു ഹാർഡ് വർക്ക് അല്ല, ഒരു ഹാർഡ് വർക്കിൽ ഉപരി ഒരു സിസ്റ്റം വേണം. ഒരു സിസ്റ്റം നമുക്ക് വേണം. എല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് മണിക്ക് വേണ്ടിയാണ്, പൈസക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും. പക്ഷെ റിച്ച് പീപ്പിൾസ് അവരൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് അതിന്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാര് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് ആ സിസ്റ്റം ആണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഫ്യൂച്ചേഴ്സും നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത് ഈ സെയിം പ്രോസസ്സിലൂടെയാണ്. ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, ഒരു പോസിബിലിറ്റി, ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മതിയാവുന്നോളം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫ്യൂച്ചേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഒരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ്. എന്താണ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ PPT ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സാധാരണ ആൾക്കാർ ഉറപ്പായിട്ടും ഓർഡിനറി പീപ്പിൾ തന്നെയാണ് എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ. പക്ഷെ ആ ഓർഡിനറി പീപ്പിളിന്റെ അടുത്ത് ഒരു നല്ലൊരു അവസരം കിട്ടണം. അപ്പോഴാണ് അവർക്ക് ആ എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കുക. അതൊരു ജോലിയല്ല കിട്ടേണ്ടത്, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റിയിലുപരി അതിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ, അവരെ ലീഡ് ചെയ്യാൻ അവർക്ക് കറക്റ്റ് ഒരു റൂട്ട് മാപ്പ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഓർഡിനറി പീപ്പിൾ അവർക്ക് എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കും. അൺലിമിറ്റഡ് മണി ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിലൂടെ മൾട്ടിപ്പിൾ ടൈം ഇൻകം ഉണ്ട്. ഒരു ടൈമിലല്ല ഇൻകം, 8 ടൈപ്പോളം ഇൻകം ഫ്യൂച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രീംസ് വലിയ രീതിയിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഞാനിപ്പോ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ ഇനി ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 1 ഇയർ കഴിഞ്ഞാൽ, ഒരു 2 ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും. കാരണം രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഒന്ന് ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാര്, ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ. രണ്ടാമത്തത് ഇതിനോട് നോ പറയുന്ന ആൾക്കാർ. യെസ് പറയുന്ന ആളായാലും നോ പറയുന്ന ആളായാലും ആഫ്റ്റർ 5 ഇയേഴ്സ് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റിന്റെ അടുത്ത് നിങ്ങൾ ബ്ലസ് ചെയ്യും. എങ്ങനെയായാലും നോ പറയുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഒരു യെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് എന്റെ കൂടെ എന്നെ ഇൻവൈറ്റ് ചെയ്ത ആള് നല്ലൊരു സക്സസിലാണ് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അന്ന് എന്റെ കൂടെ
വർക്ക് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് പ്ലാൻ പ്രസന്റ് ചെയ്ത പ്രസന്റേഷനിൽ ഉണ്ടായ ആൾക്കാരൊക്കെ ഇന്ന് നല്ലൊരു അച്ചീവ്മെന്റിലാണ്. അന്ന് എനിക്ക് യെസ് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും നോ പറയുന്ന ആൾക്കാർ. യെസ് പറയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടുത്ത് വളരെയധികം ബ്ലസ് ചെയ്യും. അന്ന് നിങ്ങൾ യെസ് പറഞ്ഞത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇന്ന് ഈ പൊസിഷനിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പായും തിങ്ക് ചെയ്യും. കാരണം എനിക്കിപ്പോഴും ഞാൻ എന്റെ ഫസ്റ്റ് പ്ലാൻ പ്രസന്റേഷൻ കേൾക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കിച്ചണില് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ബിസിനസ് പ്രസന്റേഷൻ കേൾക്കുന്നത്. സാലു മാം ആണ് ആ ബിസിനസ് പ്രസന്റേഷൻ എനിക്ക് പറഞ്ഞു തരുന്നത്. സത്യം പറഞ്ഞാൽ പാതി മനസ്സോടുകൂടിയാണ് ആ ഒരു പ്രസന്റേഷൻ കേട്ടത്. പക്ഷെ അന്ന് ഞാൻ ആ പ്രസന്റേഷൻ കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടാവില്ല. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഒരു 20-30 മിനിറ്റ്സ് എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കണം. ഈ പ്രസന്റേഷനിൽ ഫോക്കസ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ കേട്ടു പോകരുത്, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ വലിയ രീതിയിൽ അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നിങ്ങളുടെ എല്ലാ ഡ്രീംസും 2026 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 2026 ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അതിന് മുൻ എന്താ പറയുക മുൻപന്തിയിൽ നിന്ന് നയിക്കാൻ വേണ്ടി നിങ്ങളെ സാധിക്കുന്ന അതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ ബിസിനസ് പ്രസന്റേഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Welcome to Future of Well-being. Welcome to India's fastest growing, most unique direct selling company. Why people choose Futureverse? Futureverse എന്തിനു നമ്മൾ ചൂസ് ചെയ്യണം? അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ചെയ്യാം. അത് തന്നെയാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. നിങ്ങളൊരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഡ്രീം ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ചൂസ് ചെയ്യാം. അതുകൂടാതെ ഫിനാൻഷ്യൽ ഫ്രീഡം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് എന്തിനും നിങ്ങളുടെ കയ്യിൽ മണി, സേവിങ്സ്, ഒരു പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥ, നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആ ഒരു സ്റ്റേജ് ആണല്ലേ റിയൽ ഫിനാൻഷ്യൽ ഫ്രീഡം. ആ റിയൽ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ ഒരു ദിവസം ഒരിക്കലും ഈ ഒരു പ്ലാൻ കേട്ടതുകൊണ്ട് മാറാൻ വേണ്ടി പോകുന്നില്ല. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ഒരു പ്ലാൻ കേട്ടതുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫ്യൂച്ചർ വേഴ്സ്. ടൈം ഫ്രീഡം, ഫാമിലിന്റെ കൂടെ നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ലൈഫ് കിട്ടും. അതായത് ഒരു എംപ്ലോയി, ഒരു സെൽഫ് എംപ്ലോയി എന്നുള്ള കാറ്റഗറി എടുത്താൽ, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് എന്നുള്ള ഒരു കാറ്റഗറി എടുത്താൽ ജീവിതം വളരെ ചുരുക്കമാണ്. കാരണം ലൈഫ് എൻജോയ് ചെയ്യാം, പണവും വേണം, അതിന്റെ കൂടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് എന്ന് തന്നെ അതിനെ വിളിക്കാൻ വേണ്ടി സാധിക്കാം. മറ്റേത് എന്തിനോ വേണ്ടി നമ്മൾ ഓടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു 5 ഇയേഴ്സ് നിങ്ങളിവിടെ പ്ലാൻ ചെയ്താൽ ആ 5 ഇയേഴ്സിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഫാമിലിന്റെ കൂടെ ഇപ്പോഴേ ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ഓൺ ബിസിനസ്, അവാർഡ്സ്, ട്രിപ്സ്, റെക്കഗ്നീഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഫ്യൂച്ചർ വേഴ്സിലൂടെ കിട്ടും ഷുവർ ആയിട്ടും. ഓൺ ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നൊരു വ്യക്തി ഇന്ന ഒരു ഇതിൽ സക്സസ് ആയി, ഒരാള് ഈ ഒരു ചെറിയൊരു ഏജ് കൊണ്ടിട്ടാണ് ഇപ്പൊ ചെയർപേഴ്സൺ ആയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ, എന്തുകൊണ്ട് നമുക്കും അത് സാധിക്കുന്നില്ല എന്നുള്ളത്. കാരണം എല്ലാവർക്കും ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. കാരണം അവിടെ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അതായത്
ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഓഫീസ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, ലോജിസ്റ്റിക് വേണം. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ ഈ ബിസിനസ്സിലേക്ക് കടന്നു പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആ. ഈ ഡിജിറ്റലൈസേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സിലേക്ക് രൂപീകരിച്ച് അതിലൊരു സക്സസ്സിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്നാൽ ഫ്യൂച്ചർ വേഴ്സ് ഈ പറയുന്ന ഒരു തടസ്സങ്ങളും ഇല്ലാതെ നിങ്ങളുടെ ഒരു ഓൺ ബിസിനസ് നിങ്ങളതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് നിങ്ങൾ ഓൺ ബോസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡ്രീംസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ അവാർഡ്സ് ഉണ്ടാവും, റെക്കഗ്നീഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ട്രിപ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു വുമൺ എംപവർമെന്റിലേക്ക് ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഉറപ്പായും എനിക്ക് ഈ ഒരു 4.5 വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് വുമൺസിനെ എംപവർ ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആൾക്കാർ 45 ലാക്ക് അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്, 10 ലാക്ക് അച്ചീവ് ചെയ്ത ആളുണ്ട്, 13 ലാക്ക് അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്. അതുകൂടാതെ 22 ലാക്ക് അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്, 2 ലാക്സ് അച്ചീവ് ചെയ്ത ആളുണ്ട്, ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ പോലും അറിയാതെ വുമൺസിനെ എംപവർ ചെയ്യാണ്. അതുകൂടാതെ ഒരുപാട് ആൾക്കാരെ സക്സസിലേക്ക് ഒരു വാതിൽ എനിക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അതിന് സാധിക്കും. ഫിനാൻഷ്യൽ ഫ്രീഡം, മോർ മണി, ലെസ് സ്ട്രെസ്, അല്ലെ? അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്ട്രെസ് ഒക്കെ കുറയും. നമ്മുടെ കയ്യിൽ പൈസയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ അളക്കുന്ന സംഭവം. എല്ലാവർക്കും ഈ ടെൻഷൻ എന്തുകൊണ്ടാ വരുന്നത്? ഈ പണം ഇല്ലാത്തതുകൊണ്ടാവും. ഓ, നാളെ ഇന്ന കാര്യം ചെയ്യണല്ലോ, നാളെ കുട്ടികളുടെ ഫീസ് പേ ചെയ്യണല്ലോ, നാളെ പാരന്റ്സിന്റെ ചെക്കപ്പ് ഡേറ്റ് ആണല്ലോ, പക്ഷെ അത്രയും എമൗണ്ട് എന്റെ കയ്യിലില്ലല്ലോ. അതായത് മണി തന്നെയാണ് എല്ലാത്തിനും ഏറ്റവും വലിയൊരു പരിഹാരം. മണി തന്നെയാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 90% പണം തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വന്നതുപോലെയല്ല ഇന്ന് ഈ ബിസിനസ്സിൽ ഞാൻ എന്നൊരു വ്യക്തി, എന്റെ ഗ്രോത്തും എന്റെ നോളജും എന്റെ കോൺഫിഡൻസും ഒക്കെ ഈ ഫ്യൂച്ചേഴ്സിൽ വന്നതിന് ശേഷമാണ് വളരെയധികം മെച്ചപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോഷ്യൽ വെൽബീയിങ്, നമുക്ക് സോഷ്യൽ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരായാലും എംപ്ലോയീസ് ആയാലും നമുക്ക് സോഷ്യൽ ആയിട്ട് ഒരു കണക്ഷൻ ഇല്ല. ആൾക്കാരായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു നമ്മുടെ സ്ട്രെസ് ലെവലും നമ്മുടെ ഒരു വിഷൻ ബോർഡിലേക്കൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഒരു മെയിൻ ഒരു പാർട്ടാണ് സോഷ്യലൈസ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് കമ്മ്യൂണിറ്റി, അതിനെയൊക്കെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു ഓണ്ടർപ്രണർഷിപ്പ്, ശരിക്കും പറഞ്ഞ ഒരു കറക്റ്റ് ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹാപ്പിനെസ്, ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുക. ഒരുപാട് നല്ല നല്ല ആൾക്കാരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ, അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹാപ്പിനെസ്സും ഇമ്പ്രൂവ് ആവും. റിട്ടയർമെന്റ്, പീസ്ഫുൾ, സെൽഫ് എസ്റ്റീം, പ്രൈഡ്. റിട്ടയർമെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ 60-65 വയസ്സ് എന്നുള്ള രീതിയിലാണ് റിട്ടയർമെന്റ്. പക്ഷെ അതല്ല റിട്ടയർമെന്റ്. ഒരു സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്മാർട്ടായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 35-ആം വയസ്സിലും നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഉണ്ടാക്കാം, 30-ആം വയസ്സിലും വേണമെങ്കിൽ റിട്ടയർമെന്റ് ഉണ്ടാക്കാം. 20 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോ ഈ പ്ലാൻ കേൾക്കുന്നതെങ്കിൽ 25-ആം വയസ്സിൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാം. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിങ്ക് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ഒരു 5 ഇയേഴ്സിന്റെ ഒരു പ്ലാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ 5 ഇയേഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ്, വേൾഡ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം, മൾട്ടിപ്പിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം, ഹെൽപ്പിംഗ് ചാരിറ്റി നോക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ആ രീതിയിൽ കമ്മിറ്റഡ് ആവാം. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ എയർലി റിട്ടയർമെന്റും ഫ്യൂച്ചർ കോഴ്സിലൂടെ പ്ലാൻ ചെയ്യാം. ട്രാവൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഞാനിപ്പോ 4 രാജ്യങ്ങൾ കണ്ടില്ലേ? ഈ ഫ്യൂച്ചർ ബിസിനസ് ചെയ്തത് കൊണ്ട് മാത്രമല്ലേ 4 രാജ്യങ്ങൾ കണ്ടത്. നിങ്ങൾക്കും അത് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാം. പ്രൗഡ് മൊമെന്റ്സ് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ജനറേഷന് വേണ്ട, നിങ്ങൾക്ക് വേണ്ടതല്ല, നിങ്ങളുടെ ജനറേഷൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു വെക്കാം. നിങ്ങളെന്ന് പറഞ്ഞ ആ ഒരു പേഴ്സൺ 2 രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യുക, അല്ലെ? ഒന്ന് മോശമായ രീതിയിൽ, ഒന്ന് നല്ല രീതിയിൽ. ഒന്ന് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് നല്ല കടങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയതാണെങ്കിൽ നമ്മൾ എന്തൊരാളാ, അവരെ കൊണ്ടാണ് ഞാൻ ഇന്നും ഇത്രയും അനുഭവിക്കുന്നേ, അയാളെ കൊണ്ടാണെന്ന് പറയും. പക്ഷെ രണ്ടാമത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. രത്തൻ ടാറ്റ,
ഇവരെയൊക്കെ ഒന്ന് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരു വ്യക്തിയാ. എത്ര വലിയ ലെഗസിയാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു പോയേക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ നമുക്കും ഫിനാൻഷ്യലി നമ്മുടെ ജനറേഷനെ ഇൻഡിപെൻഡന്റ് ആക്കിക്കൊണ്ട് ആ ആ ഒരു രീതിയിൽ ലെഗസി ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളെന്ന് പറഞ്ഞ പേഴ്സണിനെ ആൾക്കാർ അറിഞ്ഞുകൊണ്ട്, അല്ലെ? അതായത് നമ്മൾ എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരെ നമുക്ക് ഈ ഫ്യൂച്ചർ വേഴ്സിലൂടെ ആ ഒരു ആഗ്രഹം വരെ നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം കണ്ണൂരുള്ള എന്നെ ഇന്ന് കുറച്ചധികം ആൾക്കാർ അറിയുന്നുണ്ട് ഈ ഫ്യൂച്ചർ വേഴ്സിലുള്ള. നേരെ മറിച്ച് ഞാൻ വീട്ടിൽ മാത്രം ഇരിക്കുകയാണെങ്കിൽ എന്നെ ആരും അറിയില്ല. പക്ഷെ ഇന്ന് ആ ഒരു വ്യക്തി ഇത്രയും ഏൺ ചെയ്താണ്, ആ ഒരു വ്യക്തി ഈ ഇന്ന ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട് എന്ന് പലരും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ ബിസിനസ് ഒരു 5% എങ്കിലും നേടിയെടുത്ത ലെഗസിയാണ്. അതേപോലെ നിങ്ങൾക്കും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം? ടൈമും മണിയും ലിവറേജ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. 4 വിഭാഗത്തിലുള്ള ആൾക്കാരാ. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പണമുണ്ട് പക്ഷെ ടൈം ഇല്ല. വളരെയധികം ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് അവരുടെ ഫാമിലിക്ക് കൊടുക്കാനോ ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ടാമത്തെ ആൾക്കാര് മണി ഇല്ല പക്ഷെ ടൈം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിൽ തന്നെ പല ആൾക്കാരും ഉണ്ടാവും ഈ കാറ്റഗറിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ കാറ്റഗറി പണമുണ്ട് ടൈം ഇല്ലാത്ത ആൾക്കാരുണ്ടോ? വളരെ റെയർ ആയിരിക്കും അല്ലെ? രണ്ടാമത്തത് പണം ഇല്ല പക്ഷെ ടൈം ഉണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കാറ്റഗറിയിലാണ്. പണവും ഇല്ല ടൈമും ഇല്ല. അതെന്തുകൊണ്ടാന്ന് അറിയാം? ഇപ്പൊ നമ്മൾ ഒരാളെ ഈ ബിസിനസ് പ്രസന്റേഷൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ വെൽക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ, അയ്യോടാ ഇന്ന് ടൈമില്ല ഞാൻ വളരെ ബിസിയാണ് കേട്ടാടാ, അല്ലെങ്കിൽ അയ്യോ മാം ഞാൻ വളരെ ബിസി, അല്ലെങ്കിൽ അയ്യോ സർ ഞാൻ വളരെ ബിസിയാണ് ഇന്ന് എനിക്ക് ടൈമില്ല. അപ്പൊ നമ്മൾ എന്നാ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കി അവരുടെ കയ്യിൽ പൈസയുമില്ല. ബിസി ആണോന്ന് വെച്ചാൽ ബിസിയാണ്, പൈസ ഉണ്ടോന്ന് വെച്ചാൽ പൈസയില്ല. അങ്ങനെയുള്ള ആൾക്കാരായിട്ട് മാറാതിരിക്കുക. നമ്മൾ മാക്സിമം ഒരു ഡേ നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ എന്തിനു വേണ്ടെങ്കിലും മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാം. നാലാമത്തെ കാറ്റഗറി ഉണ്ട്. ഈ നാലാമത്തെ കാറ്റഗറിയിലേക്കുള്ള ആൾക്കാരായിട്ട് മാറാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പൈസയും ഉണ്ട് ടൈമും ഉണ്ട്. മണി ആൻഡ് ടൈം ഈ രണ്ടും ഉണ്ടെങ്കിൽ ലൈഫ് നേരത്തെ പറഞ്ഞ പോലെ മോർ ലൈഫ്, കൂടുതൽ ലൈഫ്. നമ്മളിപ്പോ ഒരു 60, 70, 80 വയസ്സ് വരെ ജീവിക്കുന്നെങ്കിൽ ഈ ജീവിക്കുന്ന ഈ വർഷത്തിന് കൂടുതൽ ലൈഫ് നമുക്ക് കിട്ടും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പണവും ടൈമും ഉള്ളത് കൊണ്ടാണ്. ആ മണിയും ടൈമും ലിവറേജ് ചെയ്തുകൊണ്ട്, അതായത് കോമ്പൗണ്ടിങ്. അതായത് ഇപ്പൊ ഒരു മണിക്കൂർ ആണെങ്കിൽ ആ ഒരു മണിക്കൂറിന് ഒരു 1000 മണിക്കൂറായിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ലിവറേജ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. റോബർട്ട് കിയോസാക്കിയുടെ കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഈ ലോകത്ത് 4 ക്വാഡ്രന്റിലുള്ള ആൾക്കാരാണുള്ളത് കരിയർ സെറ്റ് ചെയ്യുന്നത്. കരിയറിൽ 4 ക്വാഡ്രന്റ് ഉണ്ട്. ഒന്ന് എംപ്ലോയി, രണ്ടാമത് സെൽഫ് എംപ്ലോയി, മൂന്നാമത്തെ ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഈ എംപ്ലോയീസിനെ സംബന്ധിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാല് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതായത് ഒരു കമ്പനിക്ക് വേണ്ടിയോ, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചെറിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ അങ്ങനെ ആയിരിക്കും. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മന്ത്ലി ഒരു സാലറി അവർക്ക് കിട്ടും. ശരിയല്ലേ? അല്ലെ? സെൽഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഫോർ യുവർ സെൽഫ്. അതായത് അവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, ഫാഷൻ ഡിസൈനേഴ്സ്, അവർക്ക് വേണ്ടി, അതായത് അവരുടെ ടൈം, അവർക്ക് എത്ര ടൈം അവർ കൊടുക്കണം എന്ന് അവർക്ക് തീരുമാനിക്കാം. അവര് ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മണി ഉണ്ടാവും. അവര് വേറെ ആർക്കും വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്. അവരുടെ സ്വന്തം ബ്രാൻഡ് ഇമ്പ്രൂവ് ആക്കാനും, അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള ലെഗസി ഇമ്പ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും അവർക്ക് വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബിസിനസ് ഓണേഴ്സ്, ഇവിടെയാണ് ഏറ്റവും വലിയൊരു കാര്യം കിടക്കുന്നത്. ബിസിനസ് ഓണേഴ്സ് ഒരു സിസ്റ്റം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, സിസ്റ്റം വർക്ക് ഫോർ യു. ഒരു സിസ്റ്റം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇൻവെസ്റ്റേഴ്സ്, മണി വർക്ക്സ് ഫോർ യു. അല്ലെ? ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മേഖലയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. എല്ലാരും ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതൊക്കെ, ആ ഒരു കാറ്റഗറി എന്നുള്ളത്. അതായത് പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർവേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് നിന്ന് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലേക്ക് നമുക്ക് കടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയിലാണ്
ലോകത്തിലെ 80% ആൾക്കാരും 80% ആൾക്കാരും ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയ് കാറ്റഗറിയാണ് അല്ലെ. നമ്മളിപ്പോ ഈ മീറ്റിലുള്ള ആൾക്കാരെ തന്നെ എടുത്താൽ മതി. പക്ഷെ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിൽ 20% ആൾക്കാർ മാത്രമേ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലുള്ളൂ. ഓക്കെ. എന്നാൽ വേൾഡിന്റെ വെൽത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തിന്റെ സമ്പത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറും 20% സമ്പത്തും മാത്രമേ 80% ഉള്ള ആൾക്കാരടുത്ത് വെറും 20% വെൽത്തും മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ, ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ. എന്നാൽ ബിസിനസ് ഇൻവെസ്റ്റേഴ്സിൽ എടുത്തു നോക്കിയാൽ വെറും 20% ഉള്ള ഈ കാറ്റഗറി ഓഫ് ആൾക്കാരടുത്ത് വേൾഡിന്റെ വെൽത്തിന്റെ 80% വെൽത്തും ഈ ബിസിനസ് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്താണുള്ളത്. എന്നാൽ ഒരു ബിസിനസ്സിലേക്ക് കടക്കണം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാരിയേഴ്സ് ഉണ്ട്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം, ഓഫീസ് വേണം, ലോജിസ്റ്റിക് വേണം, സ്റ്റാഫ് വേണം, ഡിജിറ്റലൈസേഷൻ വേണം. ഒരിക്കലും തകരാത്ത രീതിയിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇംപ്രൂവ് ആയി പോകുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് കോൺസെപ്റ്റ് വേണം അല്ലെ. എന്നാലും മാത്രമാണ് ഈ ഒരു പറഞ്ഞ ബിസിനസ് എന്നുള്ള കാറ്റഗറി വിജയിക്കുള്ളൂ. ചാലഞ്ചസ് ഉണ്ടാവും. അപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ്, റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ്. റിസ്ക് എന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാണ് അല്ലെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂച്ചർവേഴ്സ് എന്ന് പറഞ്ഞത് ഒരു ജോബ് അല്ല, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ബിസിനസ്സിലേക്ക് ഒരു റിസ്കും ഇല്ലാതെ, ചാലഞ്ചസും ഇല്ലാതെ ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് കടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇവിടെ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമുക്ക്, ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്താൽ ആ സിസ്റ്റം നമുക്ക് കൊണ്ടുതരും പണി, എന്ത് മണി. ഓക്കെ. അപ്പൊ ഫ്യൂച്ചർവേഴ്സ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ്. ഫ്യൂച്ചർവേഴ്സിന് ശക്തമായിട്ടുള്ള വിഷനും മിഷനും ഉണ്ട്. 1 ബില്യൺ ആൾക്കാരുടെ, 100 കോടി ആൾക്കാരുടെ ലൈഫ് എംപവർ ചെയ്യുക. അത് ഹെൽത്തിലായാലും അവരുടെ ലൈഫ് ഫുൾഫിൽ ചെയ്യാനായാലും പീക്ക് പെർഫോമൻസിലായാലും അവരുടെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനായാലും കംപ്ലീറ്റ് ഒരു വെൽബീയിങ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലും 1 ബില്യൺ ആൾക്കാരുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂച്ചർവേഴ്സിന്റെ വിഷൻ. അതേപോലെ തന്നെ ഇത് എങ്ങനെ ആ ഒരു വിഷനിലേക്ക് എത്തും എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്ലാനും ഫ്യൂച്ചർവേഴ്സിനുണ്ട്. ഫ്യൂച്ചർവേഴ്സ് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഹൈ പെർഫോമൻസ് സ്ട്രാറ്റജീസ് ഫ്യൂച്ചർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു യുണീക്ക് ബിസിനസ് മോഡൽ ഫ്യൂച്ചർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ആൾക്കാരെയും ഈ ഒരു യുണീക്ക് ബിസിനസ് മോഡൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഹൈ ബിസിനസ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഓരോ വ്യക്തികളെയും എംപവർ ചെയ്യാം. ഓരോ വ്യക്തികളെ എംപവർ ചെയ്തുകൊണ്ട് അവരുടെ വെൽബീയിങ് ആയിക്കോട്ടെ, അവരുടെ ഹെൽത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ആയിക്കോട്ടെ, അവരുടെ മെന്റൽ വെൽബീയിങ് ആയിക്കോട്ടെ, എല്ലാം ഇംപ്രൂവ് ചെയ്ത് 100 കോടി ആൾക്കാരുടെ ലൈഫ് ഏറ്റവും ഉന്നത തലത്തിൽ എത്തിക്കുക, അവരെ എംപവർ ചെയ്യുക, അവരുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂച്ചർവേഴ്സിന്റെ മിഷൻ. ഫ്യൂച്ചർവേഴ്സ് നമ്മുടെ മുമ്പിലേക്ക് 8 രീതിയിലുള്ള ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ റീറ്റെയിൽ പ്രോഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർവേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കൊണ്ടുതരുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് എന്തുണ്ട്, 8 രീതിയിലുള്ള വരുമാനം നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്, ടീം ബിൽഡിംഗ് ബോണസ്, രണ്ടാമത്തത് അഫിലിയേറ്റ് ലോയാലിറ്റി പ്രോഗ്രാം, ഫാസ്റ്റ് ട്രാക്ക് ബോണസ്, ടീം സെയിൽസ് ബോണസ്, ടീം ലീഡ് ബോണസ്, ക്ലസ്റ്റർ സെയിൽസ് ബോണസ്, ലൈഫ് സ്റ്റൈൽ ബോണസിൽ ട്രാവൽ, കാർ ഫണ്ട് ആൻഡ് ഹൗസ് ഫണ്ടും കൂടി നമുക്ക് ഫ്യൂച്ചർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതില് നമുക്ക് എങ്ങനെ ഈ ഫ്യൂച്ചർവേഴ്സിലേക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സൈൻ അപ്പ് ആസ് ആൻ അഫിലിയേറ്റ്. ഫ്യൂച്ചർവേഴ്സിൽ 4 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നെയിം, മെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് ഫ്യൂച്ചർവേഴ്സിന്റെ സൈറ്റിൽ futureverse.co.in കയറി നിങ്ങൾക്ക് ഒരു അഫിലിയേറ്റ് ആയിട്ട് ഈ ബിസിനസ്സിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫ്യൂച്ചർവേഴ്സ് 2 രീതിയിലുള്ള വരുമാനമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻകം. ഫ്യൂച്ചർവേഴ്സിലെ ആക്റ്റീവ് ഇൻകം ഉണ്ട്, പാസീവ് ഇൻകം ഉണ്ട്. ആക്റ്റീവ് ഇൻകം എന്നുള്ളത് ഇന്ന് എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും ഏൺ ചെയ്യുന്ന ഇൻകം ആണ് ആക്റ്റീവ് ഇൻകം. ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറി പാസീവ് ഇൻകം ആണ്. അതായത് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർക്ക് വരുമാനം കിട്ടും. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞത് നമ്മൾ വർക്ക് ഈക്വൽ ടു മണി ചെയ്യുന്ന, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടും. ഓക്കെ. അതായത് എംപ്ലോയീസ് അവരുടെ വർക്കിംഗ് അവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്
അവർക്ക് ആ മാസത്തെ സാലറി കിട്ടും. ഇപ്പൊ സെൽഫ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് തീരുമാനിക്കാം ഈ മാസം എത്ര വേണം. അവരുടെ വർക്ക് കുറച്ചാൽ അവർക്ക് അതിനനുസരിച്ചുള്ള പണം ബർത്തേ കിട്ടുള്ളൂ, പണേ കിട്ടുള്ളൂ. പക്ഷെ നേരെ മറിച്ച് അവർ വർക്ക് കൂട്ടിയാൽ സെൽഫ് എംപ്ലോയീസിന് അതിനേക്കാളും കൂടുതൽ പണം കിട്ടും. അതാണ് ആക്റ്റീവ് ഇൻകം. നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഇൻകം ആണ് ആക്റ്റീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളെ തേടി പണം വരുന്നതാണ് പാസീവ് ഇൻകം. ഇപ്പൊ ഫ്യൂച്ചർ വർക്സിൽ നമുക്ക് ആക്റ്റീവ് ഇൻകം ഉണ്ട്, പാസീവ് ഇൻകം ഉണ്ട്. ഓക്കെ, ഈ രണ്ട് രീതിയിലുള്ള ഇൻകം കൂടി കൂടിയതാണ് ഫ്യൂച്ചർ വേഴ്സ് ഇൻകം. ആദ്യത്തെ ഫ്യൂച്ചർ വേഴ്സിന്റെ ഇൻകം ഇതാണ്, റീറ്റെയിൽ പ്രോഫിറ്റ്. ഇതൊരു ആക്റ്റീവ് ഇൻകം ആണ്. ഫ്യൂച്ചേഴ്സ് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ് എന്നുള്ളത്, ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റിംഗ് ആണ് അല്ലെ. ഒരു പുതിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു ബിസിനസ്സും ഇപ്പൊ ടീച്ചിങ് എന്ന് പറഞ്ഞത് എഡ്യൂക്കേഷൻ ഒരു മാർക്കറ്റാണ്. ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി ഒരു മാർക്കറ്റാണ് അല്ലെ. ഇപ്പോ ഫാർമസി എടുത്തു കഴിഞ്ഞാല് അവിടെയും മെഡിസിൻസ്, രോഗമാണ് അവിടുത്തെ മാർക്കറ്റ് അല്ലെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മാർക്കറ്റ് ആണ്. ഇപ്പോ മാൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് മാർക്കറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അതിൽ ബ്യൂട്ടി വരുന്നുണ്ട്, വെൽനസ് വരുന്നുണ്ട്, ഗെയിംസ് വരുന്നുണ്ട്, എന്റർടൈൻമെന്റ് അല്ലെ. അങ്ങനെ എല്ലാം ഒരു മാർക്കറ്റാണ്. ബിസിനസ് ഈക്വൽ ടു ഒരു മാർക്കറ്റാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആക്റ്റീവ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്യൂച്ചേഴ്സിലെ പ്രൊഡക്ട്സ് നിങ്ങളിലൂടെ കസ്റ്റമേഴ്സിന് എത്തുകയാണെങ്കിൽ 10-30% നിങ്ങൾക്ക് ഇവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോ ജസ്റ്റ് എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ലൊരു പ്രൊഡക്ട്സ് ആണ്, ഇന്ന് ട്രെൻഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ് Decode.me. അതായത് നിങ്ങളുടെ DNA അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് കംപ്ലീറ്റും റീഡ് ചെയ്യാൻ നിങ്ങളുടെ പോസിബിലിറ്റി, പ്രീ ഡിസ്പോസിഷൻ, അതായത് നിങ്ങളുടെ ഡിസീസ്, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള അതിന്റെ റിസ്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു കസ്റ്റമേഴ്സിലേക്ക് കൊടുത്താൽ 3600 3600 രൂപയോളം അവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് 10 മുതൽ 30% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചേഴ്സിലെല്ലാം പാസീവ് ഇൻകം ആണ്. ഓക്കെ, ഒന്ന് സ്മാർട്ടായി തിങ്ക് ചെയ്ത് മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിലൂടെ ഒരുപാട് ആൾക്കാർ ഫിനാൻഷ്യൽ ഫ്രീഡം വാങ്ങിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസീവ് ഇൻകം ചെയ്യാം. ഞാനിപ്പോ ഒരു സ്വന്തമായ ഒരു കമ്പനി തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു 100 വലിയൊരു കമ്പനി ആണെങ്കിൽ പോട്ടെ, 1000, ഒരു ഒരു മീഡിയം ഉള്ള രീതിയിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ, ബിഗ് വേൾഡിൽ തന്നെ ഇന്ത്യയിൽ മൊത്തം ഉള്ളതാണെങ്കിൽ ഒരു 1000 ആൾക്കാർക്ക്, എന്റെ നാട്ടില് കേരളത്തിൽ മാത്രമുള്ളതാണെങ്കിൽ ഒരു 100-150 ആൾക്കാർക്ക് എനിക്ക് എന്റെ കമ്പനിയിൽ ഹയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതും ഫിക്സഡ് സാലറിയിൽ. അവിടെയാണ് ഏറ്റവും വലിയ പോയിന്റ്. അവരുടെ ഫിക്സഡ് സാലറിയിൽ എനിക്ക് എന്തായാലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇവിടെയാണ് ഫ്യൂച്ചർ വേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് സ്വന്തം കമ്പനി അല്ല, എന്റെ ഓൺ പ്രൊഡക്ട്സ് അല്ല, ഞാൻ ഈ ഒരു സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട്, ഈ ഫ്യൂച്ചർ വേഴ്സിൽ ഇരുന്നുകൊണ്ട് എനിക്ക് അൺലിമിറ്റഡ് ആൾക്കാരെ ഹയർ ചെയ്യാം. അതും ഫിക്സഡ് സാലറിയിലല്ല. ഒരു മാസം മിനിമം 3 കോടി രൂപ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഒരു മാസം 3 കോടി, എനിക്ക് 3 കോടി, അവർക്ക് 3 കോടി, ചിലപ്പോ അവർക്ക് 3 കോടി, ചിലപ്പോ എനിക്ക് 1 കോടി. ഓക്കെ, അതായത് ഇവിടെ ഓരോ വ്യക്തികളെയും നമുക്ക് മുകളിൽ സക്സസ് ആക്കാൻ, ഓരോ വ്യക്തികൾക്കും അൺലിമിറ്റഡ് ഇൻകം ഏൺ ചെയ്യാൻ എനിക്ക് അൺലിമിറ്റഡ് ആൾക്കാരെ ഈ ബിസിനസ്സിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം. കമ്മ്യൂണിറ്റി, 2 കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം. ഇവിടെ നമുക്കൊരു A കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി B. അതായത് 2 ടീം നമ്മൾ ബിൽഡ് ചെയ്യാം. 2 ടീം നമ്മൾ ബിൽഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് വരുമാനം കിട്ടുന്നതിലൂടെ നമുക്കും വരുമാനം കിട്ടും. ആദ്യം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ടീം ബിൽഡ് ചെയ്യുന്നതിലൂടെ അവിടെ 100 പോയിന്റ് കമ്മ്യൂണിറ്റി എയിലും 100 പോയിന്റ് കമ്മ്യൂണിറ്റി ബിയിലാണെങ്കിൽ 1500 രൂപ ആ വീക്കിൽ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വീക്കില്, ഈ വീക്ക് അതായത് സാറ്റർഡേ ടു ഫ്രൈഡേ വരെയാണ് 1 വീക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശനി മുതൽ വെള്ളി വരെയുള്ള എന്റെ കമ്മ്യൂണിറ്റി എയിലും ബിയിലും എനിക്ക് കമ്മ്യൂണിറ്റി എയിൽ ഒരു 1000 പോയിന്റിന്റെ ബിസിനസ്സും PV, കമ്മ്യൂണിറ്റി ബിയിലെ 1000 PVയുടെ ബിസിനസ് നടന്നാൽ ആ ആഴ്ചയിൽ എന്റെ ഇൻകം 15000 രൂപയാണ്. എനിക്ക് 15000 രൂപ കിട്ടുമ്പോൾ തന്നെ എന്റെ ടീമിലുള്ള ആൾക്കാർക്കും ഇതേപോലെ നല്ല നല്ല ഇൻകങ്ങൾ കിട്ടിയിട്ടുണ്ടാവും.
ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കുക. ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു ആഴ്ചയിൽ 2,80,000 രൂപ വരെ മാക്സിമം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻകം. 2,80,000 വരെ ഒരാഴ്ചയിൽ ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻകം ആണ് ടീം ബിൽഡിംഗ് ബോണസ്. ഇത് വീക്ക്ലി ഇൻകം ആണ്. സാറ്റർഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ഈ ഇൻകം നമുക്ക് ട്യൂസ്ഡേ ആണ് ക്രെഡിറ്റ് ആവുക. മൂന്നാമത്തെ ഇൻകം ALP എന്ന് ഷോർട്ട് ആയിട്ട് പറയും. അതായത് അഫിലിയേറ്റ് ലോയാലിറ്റി പ്രോഗ്രാം. നിങ്ങളൊരു റീറ്റെയിലർ ആണെങ്കിൽ, എന്റെ ടീമിൽ ഒരുപാട് റീറ്റെയിലേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ ഹെവി ആയിട്ട് റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർ. ഈ നമ്മൾ എവിടെ, ഞാനിപ്പോ ഒരു തുണിക്കടയിലാണെങ്കിൽ, ഒരു അല്ലെങ്കിൽ ഒരു മാളിൽ ഒരു ബ്യൂട്ടി കെയറിൽ ഞാൻ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, അവിടുത്തെ സെയിൽസ് വുമൻ ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആ മാസം അല്ലെങ്കിൽ ഒരു 4 മാസം അടുപ്പിച്ച് നല്ല രീതിയിൽ സെയിൽ ചെയ്താലും എനിക്ക് അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എന്റെ പൈസ കൊണ്ട് എനിക്ക് വാങ്ങിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ റിവാർഡ് കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഫ്യൂച്ചർ വേഴ്സ്, നിങ്ങളൊരു റീറ്റെയിലർ ആണെങ്കിൽ നിങ്ങൾ 4 മാസം 25 PVയുടെ പ്രൊഡക്ട്സ് സെല് ചെയ്താൽ 5ാമത്തെ മാസം 25 PVയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് 50 പോയിന്റിന്റെ ആണെങ്കിൽ 5ാമത്തെ മാസം 50 പോയിന്റിന്റെയും, 75 ആണെങ്കിൽ 75 PVയുടെയും, 100 PVയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 100 PVയുടെയും, 200 ആണെങ്കിൽ 200 PVയുടെയും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു പ്ലാൻ ആണ് അഫിലിയേറ്റ് ലോയാലിറ്റി പ്രോഗ്രാം. ഇതിന് റെക്കഗ്നീഷനും ഉണ്ട്. എലൈറ്റ്, റോയൽ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഈ 5 രീതിയിലുള്ള ഡിഫറെന്റ് ക്ലബ് റെക്കഗ്നീഷനും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി. ഇനി ഫാസ്റ്റ് ട്രാക്ക് ബോണസ്. ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എല്ലാവർക്കും കിട്ടും. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. അതായത് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ഒരു ഡീകോട്ടോഡ്മി എടുത്തുകൊണ്ട് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹെൽത്തിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റോട് കൂടിയാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്, നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. ആ ഒരു ഡിസിഷനോട് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ജനറ്റിക്കൽ ടെസ്റ്റ്. അതിലൂടെയാണ് നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 പോയിന്റിന്റെ വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സ് എടുത്തിട്ട് നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് മിനിമം 100 PVയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് കിട്ടുക. അങ്ങനെ നിങ്ങൾ 100 PVയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 31,000 റുപ്പീസും കൂടാതെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പും നിങ്ങൾക്ക് 1 ഇയറിനുള്ളിൽ ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സ്ട്രാ ബോണസ് ആണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ബോണസ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 100 PVയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 7 ഡേയ്സിനുള്ളിൽ 1,500 റുപ്പീസ് ഞാൻ നേരത്തെ പറഞ്ഞ വീക്ക്ലി ഇൻകത്തിലൂടെ ഏൺ ചെയ്താൽ, ടീം ബിൽഡിംഗ് ബോണസിലൂടെ 1,500 രൂപ നിങ്ങൾ ടോട്ടൽ ഏൺ ചെയ്താൽ, നിങ്ങൾക്ക് 7 ഡേയ്സിനുള്ളിലാണ് അത് ഏൺ ചെയ്തതെങ്കിൽ, അതായത് നിങ്ങൾ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത ആ വീക്കിൽ നിങ്ങൾ ഏൺ ചെയ്താൽ 1,000 രൂപ ഫാസ്റ്റ് ട്രാക്ക് ബോണസ് കിട്ടും. ഇനി 12 വീക്സ് നിങ്ങൾ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ആ വീക്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 12 വീക്സിനുള്ളിൽ നിങ്ങൾ 10,000 റുപ്പീസ് വീക്കിലി ഇൻകത്തിൽ ടോട്ടൽ ഏൺ ചെയ്താൽ 5,000 ഫാസ്റ്റ് ട്രാക്ക് ബോണസ് കിട്ടും. ഇനി 24 വീക്സ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ വീക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് 24 വീക്സിനുള്ളിൽ 40,000 റുപ്പീസ് നിങ്ങൾ ടോട്ടൽ വീക്കിലി ഇൻകത്തിലൂടെ ഏൺ ചെയ്താൽ 10,000 റുപ്പീസ് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ആയിട്ട് കിട്ടും. ഓക്കെ. ഇനി 36 വീക്സിനുള്ളിൽ ടോട്ടൽ 1 lakh റുപ്പീസ് ടീം ബിൽഡിംഗ് ബോണസിലൂടെ ഏൺ ചെയ്താൽ നിങ്ങൾക്ക് 15,000 ഫാസ്റ്റ് ട്രാക്ക് ബോണസ് കിട്ടും. നിങ്ങൾ ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 52 വീക്സ്, അതായത് നിയർ 1 ഇയർ, ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ ടീം ബിൽഡിംഗ് ബോണസ് വീക്കിലി ഇൻകത്തിലൂടെ 2,50,000 റുപ്പീസ്, 2.5 ലക്ഷം രൂപ നിങ്ങൾ ഏൺ ചെയ്താൽ, അതായത് കമ്പനി നിങ്ങൾക്ക് തന്നാൽ, കമ്പനിയിലൂടെ നിങ്ങൾ ഈ വരുമാനം ഏൺ ചെയ്താൽ, കമ്പനിക്ക് നിങ്ങൾ കൊടുത്താലല്ല, നിങ്ങൾ കമ്പനിയിലൂടെ ഈ ഒരു വരുമാനം ഈ പറയുന്ന ടൈം പീരീഡ്സിനുള്ളിൽ നിങ്ങൾ ഏൺ ചെയ്താൽ, നിങ്ങൾ ടീം ലീഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബേസ് റാങ്കും ക്വാളിഫൈ ചെയ്യും. അതിന്റെ കൂടെ 4 to 5 ഡേയ്സ് നിങ്ങൾക്ക് തായ്ലാൻഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള 5 സ്റ്റാർ ഫെസിലിറ്റി, ഫുഡ് ആൻഡ് അക്കോമഡേഷനും നല്ല ഇറ്റിനറിയും കൂടി ഉള്ള ഒരു തായ്ലാൻഡ് ട്രിപ്പും കൂടി നിങ്ങൾക്ക് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബോണസിലൂടെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും 100 PVയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾ കുറെ ആൾക്കാരെ ബിസിനസ്സിലേക്ക് ബിൽഡ് ചെയ്തു, നിങ്ങൾ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബിൽഡ് ചെയ്തു. ഈ കമ്മ്യൂണിറ്റിയിൽ ബിൽഡ് ചെയ്ത ആൾക്കാരൊക്കെ പിന്നെയും അവരുടെ ഈ റീപർച്ചേസ് നടക്കാണ്, അവർക്ക് പിന്നെയും കസ്റ്റമേഴ്സ് ഉണ്ടാവും.
അവരുടെ 100 PV കംപ്ലീറ്റ് ചെയ്ത IDസിൽ പിന്നെയും റീപർച്ചേസും ആ ലെവൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലെവൽ ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് മന്ത്ലി ഇൻകം ആണ്. ഇതിനെ ടീം സെയിൽസ് ബോണസ് എന്ന് പറയും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ലെവൽ കമ്മ്യൂണിറ്റിയിലൂടെ ലെവൽ 0 നിങ്ങളിൽ തുടങ്ങും നിങ്ങളുടെ ലെവല്. നിങ്ങൾ ലെവൽ 0 മുതൽ നിങ്ങളുടെ 15 ലെവൽ വരെ അങ്ങനെ ടോട്ടൽ 16 അഫിലിയേറ്റ് ലെവൽസിലൂടെ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് 21% ടീം സെയിൽസ് ബോണസിലൂടെ എല്ലാ മാസവും ഫിഫ്ത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അത് മാത്രമല്ല ഇനിയും ഉണ്ട്. ഇവിടെ ഒരു ക്രൈറ്റീരിയാസും ഇല്ല. അതായത് ഒരു റാങ്ക് ക്വാളിഫിക്കേഷനും ഇല്ല. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആർക്കും ഇൻകം ആണ്. നിങ്ങൾ ബിസിനസ്സിലേക്ക് മുന്നിട്ട് കൊണ്ടുവന്ന നിങ്ങളെ ലീഡ് ചെയ്ത ആളെക്കാളും നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഈ ഇൻകം വാങ്ങിക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ പെർഫോം ചെയ്ത് അവർക്ക് ഈ ഇൻകം വാങ്ങിക്കാം. അങ്ങനെ ഒരു റാങ്ക് ക്രൈറ്റീരിയ ഇല്ലാതെ നമുക്ക് മന്ത്ലി നല്ലൊരു ഇൻകം, ഈ ഇൻകം അൺലിമിറ്റഡ് ഇൻകം ആണ്. ടീം ബിൽഡിംഗ് ബോണസ് വീക്കിലി 2,80,000 രൂപ വരെ മാക്സിമം ഏൺ ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ടീം സെയിൽസ് ബോണസ്, ടീം ലീഡ് ബോണസ്, കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ഈ എല്ലാ ഇൻകം കൂടി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ബിൽഡ് ചെയ്ത കമ്മ്യൂണിറ്റിയിലൂടെ ക്ലസ്റ്റർ വോളിയത്തിലൂടെ 1000 PV ഒരു മാസം, വെറും 1000 PV ഒരു മാസം ടോട്ടൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന് നിങ്ങളുടെ വോളിയം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് 15% നിങ്ങൾക്ക് മന്ത്ലി ഇൻകം ക്രെഡിറ്റ് ആവുന്ന ഒരു ഹ്യൂജ് ഇൻകം ആണ് ടീം ലീഡ് ബോണസ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിന്യൂസ് ഈ ഒരു ഇൻകം പ്ലാൻ ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും ഈ ഒരു ഏപ്രിൽ മുതൽ ഈ ഒരു ഇൻകത്തിലൂടെ മാത്രം ഏപ്രിൽ മുതൽ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 4 lakhs 5 lakhsോളം ഈ ഇൻകത്തിലൂടെ മാത്രം ഏൺ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള മാജിക്കൽ ആയിട്ടുള്ള ഒരു ഇൻകം ആണിത്. ഇതിന് നമ്മൾ വേണ്ടത് നല്ലൊരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ഇത് കൂടാതെ ട്രാവൽ ഫണ്ടിലൂടെ ടീം ലീഡ് കയറുന്ന മന്ത്ലി ക്ലസ്റ്റർ പോയിന്റിൽ 1000 പോയിന്റ് വരുന്ന ഒരാൾക്കാർക്ക് സംബന്ധിച്ച് 3% കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന് ട്രാവൽ ഫണ്ട് കിട്ടും. ഈ ട്രാവൽ ഫണ്ട് നമ്മുടെ ഐഡിയിൽ എപ്പോഴാണോ 1 lakh ആവുന്നത്, 1 lakh എപ്പോഴാണോ ആവുന്നത് അന്നേരം നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പാണ് കമ്പനി തരുന്നത്. ഓക്കെ, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഷ്യൻ ട്രിപ്പ് ഒന്നും അല്ല. സ്വിറ്റ്സർലാൻഡ്, ചിലപ്പോ ക്രൂസ് ആയിരിക്കും. അങ്ങനെ ഒരു കുറച്ചും കൂടി വൈഡ് റേഞ്ച് ഓഫ് ഇന്റർനാഷണൽ ട്രിപ്പാണ് ഇവിടെ ട്രാവൽ ഫണ്ടിലൂടെ 1 lakh rupees നിങ്ങൾക്ക് അച്ചീവ് ചെയ്താൽ കമ്പനി നിങ്ങൾക്ക് തരുന്നത്. ഇനി കാർ ഫണ്ട് ഉണ്ട്. ടീം ലീഡ് അതായത് 1000 പോയിന്റ് ക്ലസ്റ്റർ പോയിന്റിൽ ഒരു മാസം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന് 3% കാർ ഫണ്ട് ആയിട്ട് ഒരു അമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. കാറിന് EMI നിങ്ങൾക്ക് അടക്കണമെങ്കിൽ അതിൽ നിന്ന് അടക്കാം. ഇനി ഈ കാർ സ്വന്തം പൈസക്ക് ടോട്ടലായിട്ട് അച്ചീവ് ചെയ്തെടുത്ത ആൾക്കാർക്ക് ഇതൊരു സേവിങ് പേർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. എത്ര വലിയ വലിയ കാര്യങ്ങളാണ് അല്ലേ. ഇനി നിങ്ങൾ കുറച്ചും കൂടി ക്ലസ്റ്റർ പോയിന്റ്സിൽ കുറച്ചും കൂടി നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലസ്റ്റർ പോയിന്റ്സിൽ 20,000 ഒക്കെ എത്തുകയാണെങ്കിൽ മന്ത്ലി ക്ലസ്റ്റർ സെയിൽസ് ബോണസ്. ഇത് ഈ ഒരു ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന് 4% ആണ് ക്ലസ്റ്റർ സെയിൽസ് ബോണസ്. ക്ലസ്റ്റർ റാങ്ക്, ക്ലസ്റ്റർ ഹെഡ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക്, ക്ലസ്റ്റർ പോയിന്റിൽ ക്ലസ്റ്റർ ഹെഡ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് കമ്പനി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ക്ലസ്റ്റർ ഹെഡ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഹൗസ് ഫണ്ട് 3% കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന് കമ്പനി കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങിയാൽ പോലും ഇത്രയും എന്താ പറയണ്ടേ, ഓരോ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. ഇന്ന കാര്യം നമ്മൾ അതിൽ നിന്ന് മാറ്റി മാറ്റി വെക്കണം. എന്നാൽ ഇവിടെ കമ്പനി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ഇന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഇന്ന എന്നുള്ള രീതിയിൽ ഇൻകം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഫ്യൂച്ചർവേഴ്സ് എന്നുള്ള ഒരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും? ഫ്യൂച്ചർവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓഫ് വെൽബീയിങ് ആണ്. അതായത് ഒരു ലോഞ്ചിവിറ്റി പ്ലാറ്റ്ഫോം ആണെന്ന് പറയാം. ലോഞ്ചിവിറ്റിയിലേക്ക് ആൾക്കാരെ എത്തിക്കാം. അതായത് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസിലേക്ക് ആൾക്കാരെ എത്തിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ decode.me. നിങ്ങളുടെ DNA ഡീകോഡ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ റിപ്പോർട്ട്, അതായത് നമ്മുടെ ശരീരത്തിലുള്ളതൊക്കെ നമുക്ക് തലമുറകളായിട്ട് കിട്ടിയിട്ടുള്ളതാ. പക്ഷെ അത് ആർക്കും എല്ലാവരും പലതിനെ കുറിച്ചും ഭയക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബോഡി എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു ടെസ്റ്റ് ആണ് ഈ ജനറ്റിക്കൽ ടെസ്റ്റ്.
Deco.me. നമ്മുടെ സലൈവ വഴി നമ്മുടെ ജനറ്റിക്കൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് 250ഓളം ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അതിൽ ക്യാൻസേഴ്സ് ഉണ്ടാവും, ഹാർട്ട് കണ്ടീഷൻ, ലിവർ, സ്കിന്ന്, ഹോർമോൺസ്, ലങ്സ്, നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ നോർമൽ, ലോ, ഇന്റർമീഡിയറ്റ്, ഹൈ എന്നുള്ള റിസ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്ത് തരും. അത് വെച്ചിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ റിപ്പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 1-to-1 കൗൺസിലിംഗും നമുക്ക് കിട്ടും. ജനറ്റിക്കൽ കൗൺസിലർ ആയിട്ട് 1-to-1 കൗൺസിലിംഗും. ലൈഫ് ലോങ് നമ്മുടെ ആയുസ് കംപ്ലീറ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു റെക്കമെൻഡേഷൻ റിപ്പോർട്ട്. അതിൽ നമ്മുടെ ഡയറ്റ്, ഡൂസ് ആൻഡ് ഡോൺസ്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, ഏതൊക്കെ എക്സസൈസ് ചെയ്യണം, ഏതൊക്കെ എക്സസൈസ് ചെയ്യാൻ പാടില്ല, ഏതൊക്കെ യോഗ ചെയ്യണം, ഏതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത നമുക്ക് എന്താ നമ്മൾ മുന്നോട്ട് ഒരു റൂട്ട് മാപ്പാണ്. നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കണം എന്നുള്ള ഒരു മാപ്പാണത്. ഇന്ന വഴിയിലൂടെ പോയാൽ അത് തെറ്റാണ്, തിരിച്ച് ഈ വഴിയിലേക്ക് തന്നെ വരണം എന്ന് നമ്മൾ പഠിപ്പിച്ചു തരുന്ന, നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് Deco.me. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റ് തന്നെ ചൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ EMI സ്കീംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകൾക്കും വളരെയധികം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് സയൻസ് പാക്ഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഹോളിസ്റ്റിക് ആൻഡ് ഹെൽത്ത് സൊല്യൂഷൻ ആണ്. പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. എവറിഡേ വെൽബീയിങ് പ്രൊഡക്റ്റുകളാണ്. ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഓരോ വ്യക്തികളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കോംപ്രഹെൻസീവ് റേഞ്ച് ഫോർ ഓൾ നീഡ്സ്. ഇന്നവേറ്റീവ് നവീകരിക്കപ്പെട്ടിട്ടുള്ള വെൽനസ് ടൂൾസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. ഗ്ലോബൽ എക്സ്പെർട്ടൈസ് ആൻഡ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അതിൽ നമുക്ക് ഫ്യൂച്ചർവേഴ്സിൽ ഓൺ ബ്രാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഫ്യൂച്ചർവേഴ്സ് ന്യൂട്രി 365 സ്ട്രെസ് ഡോട്ട് ഫ്രീ, വൈറ്റ ഡോട്ട് മൈൻ, ന്യൂട്രി ഡോട്ട് ഷീ, സിങ്ക് പ്ലസ് സ്പൈറുലിന, ജോൺ ഡോട്ട് ഹെൽത്ത്, മഗ്നീഷ്യം പ്ലസ് മൊരിങ്ങ, ഫോക്കസ് ഡോട്ട് ബ്രെയിൻ, ക്രിൽ ഓയിൽ ഓൺ ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകളും കോ ബ്രാൻഡഡ് ആയിട്ട് വി റൂട്ട്സ് ആൻഡ് മാഗ്നസയിൽ വരുന്ന പ്രൊഡക്റ്റുകളും ഉണ്ട്. വി റൂട്ട്സിൽ നമുക്ക് നല്ല വേ പ്രോട്ടീൻ ഡ്രിങ്ക് ആയിട്ടുള്ള പ്രോട്ടീൻ ഷേക്ക് മിക്സ് ന്യൂട്രിവി ഉണ്ട്. പ്രീമിയം കോഫി വി കഫേ ഉണ്ട്. മൈറ്റോ കോംപ്ലക്സ് നമുക്ക് വൈറ്റമിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന നാച്ചുറൽ സിയും നാച്ചുറൽ ഇയും ഉണ്ട്. നാറ്റ് കോംപ്ലക്സ്, സാൻഡ് ഫാറ്റ്, ഗട്ട് ഹെൽത്തിന് വേണ്ടി ഇൻഡ്യൂട്ടും ബയോഫൈബറും ഉണ്ട്. നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് ഇൻഫ്ലമേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ അതായത് നിർമാർജനത്തിന് സഹായിക്കുന്ന കുർക്കുമില്ലാറ്റ ഉണ്ട്. അതേപോലെ തന്നെ മാഗ്നസയിലും ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഉണ്ട്. പേഴ്സണൽ കെയർസിൽ അതുപോലെ തന്നെ ഹെയർ വാഷ്, 4 തരത്തിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി സോപ്പുകൾ, ഫേസ് വാഷ്, വെയിറ്റ് ലോസിന് വേണ്ടി സ്ലിം ടീ, കുട്ടികൾക്ക് ജൂനിയർ ചോക്ലേറ്റ്, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ജ്യൂസ്, വൈറ്റ് ടീ, ഷിമ്മർ ടൂത്ത് പേസ്റ്റ്, ഇങ്ങനെ ഒട്ടനവധി ലങ്സിന് വേണ്ടിയിട്ടുള്ള, ലിവറിന് വേണ്ടിയിട്ടുള്ള, ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പ്രൊഡക്ട്സുകൾ മാഗ്നസ എന്നുള്ള ബ്രാൻഡിലും ഫ്യൂച്ചർവേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഇപ്പൊ നമുക്ക് ഒരു 16 ഡേയ്സ് ബാലൻസ് ആണ് ഗോവ ട്രിപ്പിന്. സ്റ്റിൽ ഇപ്പൊ റണ്ണിങ് ആണ്. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബിസിനസ് 100 PV സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു ഗോവ ട്രിപ്പ് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ടേക്ക് എ സ്റ്റെപ്പ് ഹെഡ് ടുഡേ ഫോർ എ ബെറ്റർ ടുമാറോ. അതായത് ഒരു ബെറ്റർ നാളേക്കായിട്ട്, ഏറ്റവും നല്ല ബെറ്റർ എന്ന് പറയാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾക്ക് ഇന്ന് ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വെക്കാം. ഓക്കെ, അൺലോക്ക് പാർട്ട് ടൈം, ഫുൾ ടൈം, അൺലിമിറ്റഡ് ഓൺട്രപ്രണർ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് യുവർ ഡ്രീം ബിസിനസ്. ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓൺട്രപ്രണർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇവിടെ അൺലോക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ അൺലിമിറ്റഡ് ആയിട്ടോ ഏറ്റെടുക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോ നിങ്ങളുടെ ഡിസിഷൻ ഇന്നത്തെ യെസ് നാളേക്കുള്ള നിങ്ങളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷനായി മാറട്ടെ. അപ്പൊ എല്ലാവർക്കും വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.